നമ്മുടെ ബാഹുബലിയിലൊക്കെയുള്ള രാജമാത ശിവഗാമിയൊക്കെ പറയുന്ന പോലെ ഇതാണ് എന്റെ കൽപ്പന, അത് തന്നെ രാജശാസനവും, അത് എല്ലാവരും അനുസരിച്ചോളാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞാൽ തന്നെ അത് സത്യാനുകൂലമായി മനസ്സിലാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ ഒന്നും അറിയാത്ത പോലെ. ഗുരുതരമായ ഒരു ആരോപണം, അത് ശരിയാണ് തെറ്റാണ് എന്നീ രണ്ട് വാദഗതികൾ രണ്ടുപേരും ഉന്നയിക്കുന്നുണ്ട്. തെറ്റാണ് എന്ന് ഇലക്ഷൻ കമ്മീഷനും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആ ആരോപണത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാനുള്ള സമയമായില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് പറഞ്ഞു. നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് അദ്ദേഹം പത്രസമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, രേഖാമൂലം പരാതി എഴുതി ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കുകയും അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ സംബന്ധിച്ച് ഒരു ഒപ്പിട്ട ഡിക്ലറേഷൻ, ഒരു സത്യവാങ്മൂലം കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമാണെങ്കിലും 1960 ഇലക്ഷൻ റൂൾസ് പ്രകാരമാണെങ്കിലും അങ്ങനെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിൽ അന്വേഷിക്കാൻ സാധിക്കുക. അത് തന്നെ പോലുള്ള എരപ്പരോട് പരപ്പരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാൽ ഈ നിമിഷം വരെയും അത് ചെയ്യാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, തന്റെ ഒരു എൻടൈറ്റിൽമെന്റിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ പറയുന്നത് തന്നെയാണ് എന്റെ സത്യവാങ്മൂലം. മറ്റേ നമ്മുടെ ബാഹുബലിയിലൊക്കെയുള്ള രാജമാത ശിവഗാമിയൊക്കെ പറയുന്ന പോലെ ഇതാണ് എന്റെ കൽപ്പന, അത് തന്നെ രാജശാസനവും, അത് എല്ലാവരും അനുസരിച്ചോളാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞാൽ തന്നെ അത് സത്യവാങ്മൂലമായി മനസ്സിലാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യാൻ രാജ്യത്ത് നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളൊരു പ്രാരംഭ പ്രശ്നമുണ്ട്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ വസ്തുത? വലിയ ആറ്റം ബോംബാണെന്നുള്ള വ്യാജേന രാഹുൽ ഗാന്ധി പൊട്ടിച്ചിട്ടുള്ള ഓലപ്പടക്കം, അത് ചീറ്റിയതിന്റെ 3ാമത്തെ ദിവസവും അതിന്റെ സ്ഫോടന ശേഷിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ല. അത് ദൗർഭാഗ്യകരമായിട്ടുള്ള വസ്തു നിങ്ങളെ അറിയിക്കാൻ എനിക്ക് പ്രശ്നമുണ്ട്. പക്ഷെ അത് പൊട്ടില്ല, അത് അത്രയേ ഉള്ളൂ. അത് യാതൊരു അടിസ്ഥാനമില്ലാത്ത അസംബന്ധപരമായിട്ടുള്ള ആരോപണങ്ങളാണ്. തീ പിടിക്കുമ്പം ബീഡി കത്തിക്കരുത് ഉണ്ണികൃഷ്ണ. അതിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് രാഹുൽ ഗാന്ധി ഇത് ആദ്യത്തെ തവണയല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി നിരന്തരമായിട്ട് ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു തവണ പോലും തന്റെ പേര് വെച്ച് ഒപ്പിട്ടിട്ട് ഒരു പരാതി തരാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതൊരു പുതിയ സംഭവമല്ലല്ലോ. പലതവണയും കോൺഗ്രസിന്റെ വക്കീലന്മാർ മുഖാന്തരം അദ്ദേഹം വക്കീൽ നോട്ടീസ് അയക്കുകയും ഞങ്ങൾ ഇത് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഇത് എന്റെ കത്തല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം നിഷേധിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്ന രീതി ശരിയല്ല. ഇതിനു മുമ്പ് 2024 ജൂൺ മാസത്തിൽ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അന്ന് ഇലക്ഷൻ കമ്മീഷൻ അതിന് വിശദീകരണം ബോധിപ്പിക്കുന്നുണ്ട്. 2024 ഡിസംബറിൽ രാഹുൽ ഗാന്ധി വീണ്ടും ഇത് ഉന്നയിക്കുന്നുണ്ട്. അപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 2025 ഫെബ്രുവരിയിൽ രാഹുൽ ഗാന്ധി വീണ്ടും ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നുണ്ട്. ഈ സമയത്തൊന്നും ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ യാതൊരു വിശദീകരണം ബോധിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം നിരന്തരമായി പത്രസമ്മേളനങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? മതി. എന്നാ പോയി. ശരി സാർ. ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി.